ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ ഈ കൊറോണ ഭീതിയിൽ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണല്ലോ. അപ്പം കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ നമ്മുടെ കൈകളും വീടും പരിസരവും ഒക്കെ ക്ലീനാക്കി വെക്കുക. അപ്പോൾ അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ മെയിനായിട്ട് ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കുക കേട്ടോ. നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെന്നും കൂടെ ചിന്തിക്കുക എല്ലാവരും. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചിക്കൻ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ചിക്കൻ പട്ടിയാല എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി പറയാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ, അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തത് എല്ലോട് കൂടിയുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ, കുഴപ്പമില്ല. ഏതിലായാലും ഇത് നല്ല ടേസ്റ്റാണ്. ചെറുതായി കട്ട് ചെയ്യുക കേട്ടോ ചിക്കന്. അതിനുശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കപ്പ് അളവിലാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് യോഗട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റോളം ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വെക്കുക. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ നേരത്തെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തത്. സാധാരണ നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 സവാളയും അതുപോലെ 2-3 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് 1 കിലോ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് മാത്രം തക്കാളി ഉള്ളിയും ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്നിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഈ പച്ച മണം ഒന്ന് പോയ ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്ന കാശ്മീരി ചില്ലിയാണ്. കാരണം ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളം ഒക്കെ ഒന്നിച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ തൈരിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ചിക്കനൊക്കെ ഇട്ട പാടെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ആ മസാലയിലും ഇതിലൊക്കെ ഒന്ന് പിടിച്ചു വന്ന ശേഷം മാത്രം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തക്കാളിയും ഉള്ളിയും തൈരിൻ്റെ മസാലയും എല്ലാം കൂടെ ആയിട്ടൊന്ന് നന്നായി മിക്സ് ആവട്ടെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഗ്രേവിയിൽ കാശ്മീരി ചില്ലിയായിരുന്നു ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എരിവ് നല്ല കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഞാൻ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഈ ചിക്കൻ മുങ്ങി വരാൻ പാകത്തിന് വേവാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മുടെ ഈ കറി തിക്കായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇത് കുറേ നേരം വെള്ളം വറ്റി വരാൻ വേണ്ടി എടുക്കും. അപ്പോൾ ചിക്കൻ വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എന്തായാലും ഇതിൽ ചേർക്കണ്ട കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ അതിൻ്റെ എരിവ് ലാസ്റ്റ് നിൽക്കാൻ വേണ്ടിയാണ് കുറച്ച് കഴിയുമ്പോഴേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്, ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആണെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സവാള ഇതുപോലെ സ്ക്വയറായിട്ട് മുറിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലൊരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്യാപ്സിക്കം ഞാൻ നേരത്തെ വാങ്ങി വെച്ചായിരുന്നു. അപ്പോൾ മുമ്പ് ഞാൻ വാങ്ങി വെച്ച സമയത്ത് അത് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ആണെങ്കിലും ഒക്കെ ഇതുപോലെ നമുക്ക് ഓരോ ദിവസം ഉപയോഗിക്കാനുള്ള ആവശ്യത്തിനുള്ളത് മാത്രം വേറെ വേറെ കട്ട് ചെയ്ത് പാക്കാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും സുഖമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടാത്ത സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓപ്ഷണലാണ്. ഇത് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആവുന്നേ ഉള്ളൂ കറി. അതുപോലെ തന്നെ നമുക്ക് കറിയിൽ കുറച്ചുകൂടെ സാധനങ്ങൾ ഉണ്ടാവും ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടാണ് ഞാൻ ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ കറി. കാണുമ്പോഴേ ഒരു റിച്ച് ലുക്കായിരിക്കും ഈ ക്യാപ്സിക്കം അതുപോലെ ഈ സവാളയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഈ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കറിയിൽ ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ നല്ലോണം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്തിട്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഒരു തവയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 വിധത്തിൽ ചേർക്കാം കേട്ടോ. ഈ മുട്ട 2 ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഒരു പാത്രത്തിലോട്ട് വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ വിളമ്പിയ ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഗ്രേവി കൂടെ വിളമ്പി കൊടുക്കാം. പക്ഷേ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണെങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മുട്ട ഒന്ന് കട്ട് ചെയ്ത ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ പീസാക്കി എടുക്കുന്നുണ്ട്. വലിയ പീസായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ട ഒന്നും പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി ചിക്കൻ പട്ടിയാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുവാണ്, സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.